ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ള ഈ സംഗമം നമ്മളെല്ലാവരും ഏറെ സ്നേഹിച്ചിരുന്ന മഹാനായ മർഹൂം കെ.ടി. മാനു മുസ്ലിയാർ അവരുടെ ഈ അനുസ്മരണ ചടങ്ങിലാണല്ലോ. മഹാന്മാരുടെ ജീവിത കാലഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മൾ അവരെ തിരിച്ചറിയാറില്ല. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആദരവായ മാനു മുസ്ലിയാർ അവർ. അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ് മഹാനായ ഉസ്താദ് കെ.ടി. മാനു മുസ്ലിയാർ അവർ എത്രമാത്രം വലിയ മഹാനായിരുന്നു എന്ന് അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമുക്ക് തന്നെ വ്യക്തമായത്. അദ്ദേഹത്തിൻ്റെ ആ മരണം തന്നെ, വഫാത്ത് തന്നെ കാലഘട്ടത്തോടുള്ള ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഐതിഹാസികമായ സമ്മേളനം 3 ദിവസങ്ങളിൽ കോഴിക്കോട് നഗരത്തിൽ ചരിത്രം സൃഷ്ടിച്ച് നടന്ന ആ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി തയ്യാറായി വന്ന്, പക്ഷേ അല്ലാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് വിധേയമായി ആ സമ്മേളന വേദിയുടെ പരിസരത്ത് വെച്ച് തന്നെ നമ്മളോട് വിട പറഞ്ഞ മഹാനായ ഉസ്താദ് അവർകൾ, ആ സ്വാഗത പ്രസംഗം അതിൻ്റെ മുഴുവനും ഗാംഭീര്യമാണ് ആ സ്റ്റേജിൽ നടത്താൻ കഴിയാതിരുന്ന സ്വാഗത പ്രസംഗത്തിൻ്റെ പ്രൗഢോജ്വലമായ ഗാംഭീര്യം തുടിച്ചു നിൽക്കുന്ന ഷഹാദത്ത് കലിമയാണ് ആ മരണവേളയിൽ ആംബുലൻസിൽ നിർവഹിക്കുക വഴി അദ്ദേഹം പ്രകടിപ്പിച്ചത്. അത് ഏറ്റവും വലിയ ഒരു സമൂഹത്തോട് ഉള്ള തൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനമായിരുന്നു. കലിമത്ത് തൗഹീദ് മരണസമയത്ത് ഉച്ചരിക്കുക എന്നുള്ളത് മുഅ്മിനിൻ്റെ അടയാളമാണല്ലോ. അതോടൊപ്പം തന്നെ ഈമാനിന്റെ ലക്ഷണമായി ആ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു. ആ ആവർത്തനമൊക്കെ ഓരോ പ്രഖ്യാപനമായിരുന്നു, ഈ സമൂഹത്തോടുള്ള പ്രഖ്യാപനമായിരുന്നു. തൻ്റെ ദൗത്യം വിജയകരമായിരുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള പ്രഖ്യാപനമായിരുന്നു ആ കലിമത്ത് തൗഹീദ് ഓരോന്നും. അതിൽ വിമർശകർക്കുള്ള മറുപടി ഉണ്ടായിരുന്നു, അതിൽ അനുയായികൾക്കുള്ള താക്കീതുണ്ടായിരുന്നു. സർവോപരി ആ അള്ളാഹു ഇവിടെ പറഞ്ഞതുപോലെ അള്ളാഹുവിലുള്ള ആ വിശ്വാസത്തിൻ്റെ അമൂല്യമായ പ്രഖ്യാപനവും കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് തലങ്ങൾ ആ കലിമത്ത് തൗഹീദിലൂടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. അദ്ദേഹം എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ വളരെ ഉച്ചത്തിൽ തന്നെ അത് ചൊല്ലി എന്ന് അദ്ദേഹത്തിൻ്റെ മരുമകനും SY സെക്രട്ടറിയുമായ അബ്ദുൽ ഹമീദ് ഫൈസി നമ്മളോട് പറയുകയുണ്ടായി. കാരണം ഒരുപാട് വിമർശനങ്ങളും ചീത്തകളും കേട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നുവല്ലോ അദ്ദേഹം. ആദർശത്തിന് വേണ്ടി ഉറച്ചു നിന്നതിൻ്റെ പേരിൽ ചെറുപ്പകാലം തൊട്ട് തന്നെ പരിശുദ്ധ ദീനിൻ്റെ ഐക്യത്തിനും പരിശുദ്ധ ദീനിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട്, അതുപോലെ തന്നെ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുമോ ആ മേഖലകളിലൊക്കെ, ആ രംഗങ്ങളിലൊക്കെ തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വന്ന മഹാനായ മാനു മുസ്ലിയാർ അവർ നിലപാടുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഉറച്ചു നിന്നത്.
ആ നിലപാടുകളെ പലരും പരിഹസിച്ചിരുന്നു. ആ പരിഹസിച്ചവർക്കെല്ലാം ഉള്ള മറുപടി കൂടിയാണ് ആ കലിമത്ത് തൗഹീദ്. യഥാർത്ഥ മാർഗമാണ് അവരുടെ ജീവിതം എന്ന് സമൂഹത്തെ, കാലത്തെ അത് ബോധ്യപ്പെടുത്തുന്നു. പാണ്ഡിത്യത്തെ പ്രകടനപരതയിലേക്കും അതുപോലെ തന്നെ ദുഷ്ടവ്യാഖ്യാനങ്ങളിലേക്കും കൊണ്ടുപോകപ്പെടുന്ന ഒരു കാലഘട്ടം. ഇന്നെങ്ങനെയാണല്ലോ പാണ്ഡിത്യത്തെ പ്രകടനപരതയിലേക്ക് പലരും അതിനെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥ പണ്ഡിതൻ്റെ ലാളിത്യം ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ മഹാനായ ഉസ്താദ് മാനു മുസ്ലിയാർക്ക് സാധിച്ചത്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ചീത്ത വിളിച്ചിരുന്ന എതിരാളികൾ എന്തിനു വേണ്ടിയായിരുന്നു? മാനു മുസ്ലിയാർ നിലപാടുകൾക്ക് വേണ്ടി ഉറച്ചു നിന്നതിൻ്റെ പേരിൽ. ഈ സമൂഹത്തിൻ്റെ ഐക്യമായിരുന്നു പ്രധാനം. പണ്ഡിതൻ്റെ യഥാർത്ഥമായ ദൗത്യം അദ്ദേഹം നിർവഹിച്ചു. തൻ്റെ പ്രവർത്തന മേഖലകൾ വിപുലമായിരുന്നുവല്ലോ. അധ്യാപനം എന്നത് മാത്രമല്ല തൻ്റെ ദൗത്യമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സമൂഹത്തിലെ താഴേതട്ടിലുള്ള ആലംബഹീനരായ, അവശരായ ആളുകളോട്, പ്രത്യേകിച്ച് അനാഥ മക്കളോട്, അതുപോലെ തന്നെ സമൂഹത്തിൽ കടം കൊണ്ടും രോഗാതുരമായും ജീവിതം നരകതുല്യമായി തള്ളി നീക്കുന്ന സഹോദരങ്ങളോടുള്ള അനുകമ്പയും ആഭിമുഖ്യവും, അതിലൂടെ അവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്യാൻ, അവർക്ക് ജീവിതം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഏറ്റവും ഒടുവിലായി അദ്ദേഹം തൻ്റെ ആ പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവമായി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. കിഴക്കൻ ഏറനാടൻ പ്രദേശങ്ങളിലെ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീജനങ്ങൾ അവർക്ക് സ്വന്തം കാലിൽ നിലയുറപ്പിക്കുന്നതിനുള്ള തൊഴിൽപരമായ സംരംഭങ്ങൾ, അതിനുവേണ്ടി സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ, വാർദ്ധക്യത്തിൻ്റെ അതുപോലെ തന്നെ രോഗത്തിൻ്റെ വിഷമതകൾ അലട്ടുമ്പോഴും സമൂഹത്തോടുള്ള ബാധ്യത നിറവേറ്റുന്നതിൽ മഹാനായ മാനു മുസ്ലിയാർ ചെയ്തിട്ടുള്ള ത്യാഗ നിരതമായ അദ്ദേഹത്തിൻ്റെ ആ ജീവിതം അത് എല്ലാ കാലഘട്ടങ്ങളിലേക്കും മാതൃകയാണ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ അദ്ദേഹം കാഴ്ചവെച്ച സാമൂഹ്യ പ്രതിബദ്ധത, പഠിക്കുന്ന കാലത്ത് സാഹസികമായി വെല്ലൂരിൽ പഠിക്കുമ്പോൾ, ബാഖിയാത്തിൽ പഠിക്കുമ്പോൾ 1950കളിൽ തൻ്റെ നാട്ടിലെ ഒരു മുസ്ലിം ലീഗ് സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കൗമാരം മാത്രം വിട്ടകന്ന കേവലം ഒരു ആ യൗവനത്തിൻ്റെ ആദ്യ പടിയിലേക്ക് കടന്നു വന്നൊരു ചെറുപ്പക്കാരൻ ബാഖിയ